സലാലയിലെ മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ വാദി ദർബത്തിലെ ബോട്ടിലൂടെ ഇങ്ങനെ പോവാണ്. രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നു. നേരെ തക്ക ബീച്ചും കോററോറി വഴി വാദി ദർബത്തിലേക്കാണ് പോകുന്നത്. വാദി ദർബത്ത് പോകുന്ന റൂട്ട് തന്നെ വേറെ തന്നെ ലെവലാണ്. അങ്ങനെ വാദി ദർബത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ബോട്ടിംഗ് പോകുന്നുണ്ട്. 50 ഖത്തർ റിയാലാണ് ബോട്ടിങ്ങിന് ചാർജ് വരുന്നത്. ഞങ്ങൾ മോട്ടോർ ബോട്ടാണ് ബുക്ക് ചെയ്തിരുന്നത്. ഇവിടെ അല്ലാതെ പെഡൽ ബോട്ട്, സ്പീഡ് ബോട്ട് എല്ലാം ഇവിടെ ഉണ്ട്. വാദി ദർബത്തിന്റെ സീസണിലെ വ്യൂ ഇതിന്റെ കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. സീസൺ അല്ലെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ആളുകൾ വരുന്ന സലാലയിലെ മെയിൻ അട്രാക്ഷൻ സ്ഥലമാണ് ഈ ഒരു വാദി ദർബത്ത്. ഇവിടുത്തെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറും അതുപോലെ തന്നെ ഈ ബോട്ടിംഗ് തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഞങ്ങൾ വാദി ദർബത്തിലുള്ളത്. ഞങ്ങൾ കുളിക്കാനൊരു സ്ഥലം നോക്കി ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. അപ്പൊ രണ്ടാൾക്കാരെ കണ്ടുമുട്ടി. നിങ്ങൾ സലാലിലെ മസ്കറ്റിലാണ്. നമ്മളെ വീഡിയോ കണ്ടിരുന്നത് പാർട്ട് 1 വീഡിയോ കണ്ട ആൾക്കാരാണിത്. ഇവരൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാദി ദർബത്ത് നിന്ന് കണ്ട അവർ പറഞ്ഞു തന്ന സ്ഥലം ഐനുഗദ് ആണ്. പക്ഷെ അവിടെ പോയിട്ടില്ല. വാദി ദർബത്ത് നേരെ ഞങ്ങൾ പോയത് ഗ്രാവിറ്റി ഹില്ലിലോട്ടാണ്. ഗ്രാവിറ്റി ഹില്ല് പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് അധികം പറയുന്നില്ല. നമ്മൾ വണ്ടിയും വെള്ളക്കുപ്പിയൊക്കെ വെച്ചിട്ട് നല്ല പരീക്ഷണമൊക്കെ നടത്തി നോക്കിയിരുന്നു. ഗ്രാവിറ്റി ഹില്ലിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മുകളിലോട്ട് കയറിയാൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു നാച്ചുറൽ പൂള്. അത്യാവശ്യം ആഴം വെള്ളമൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. ഇവിടെ നല്ലൊരു കുളി പാസ്സാക്കി തിരിച്ച് നേരെ സലാലയിലോട്ടാണ് പോകുന്നത്. തിരിച്ച് റൂമിൽ പോകുന്നതിന് മുന്നേ ഇമ്രാൻ നബിയുടെ മക്ബറയെ ഒന്ന് കാണാൻ കരുതിയിട്ടുണ്ട്. ഇമ്രാൻ നബിയുടെ മക്ബറയും കണ്ട് തിരിച്ച് റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. നാളെ തിരിച്ച് ഇബ്രിയിലോട്ട് പോകണം. ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്.